ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് കുറേ ജോലികൾ ഉണ്ടായിരുന്നു ഗൈസ്. അതിലെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ടുള്ള നടപ്പാണ് കേട്ടത്. ഹലോ മാഡം, എവിടേക്കാ മറ്റേ മീറ്റ്മേരി മറ്റേ പാഞ്ചാലി ഓസ്ട്രേലിയ? മാഡത്തിന്റെ ഔട്ട്ഫിറ്റ് കൊള്ളാലോ. മാഡം ഒന്ന് ഔട്ട്ഫിറ്റിന്റെ കോസ്റ്റ് ഒന്ന് പറയുമോ? അങ്ങനെ ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ചെറിയ റിഫ്രഷ്മെന്റിനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ ആലത്തൂരുള്ള റോൾ ഹബിലാണ് കേട്ടോ കയറിയത്. ഞങ്ങൾ ഇവിടെ നിന്ന് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം, പിന്നെ നേരിട്ടുള്ളത് എന്തെങ്കിലും പാർസൽ മേടിച്ചുകൊണ്ട് പോകാന്ന് വെച്ചിട്ടാണ്. ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറക്റ്റ് ടൈമിൽ തന്നെ ഒരാൾ വീഡിയോ കോൾ വന്നായിരുന്നു കേട്ടോ. ഒരാളോട് കാര്യം പറഞ്ഞ് പതുക്കെ കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും നെക്സ്റ്റ് നമ്മുടെ നേരിട്ടിന്റെ കോളും വന്നു. അവളെ ഞാൻ സിസ്റ്ററിന്റെ കൂടെ ആക്കിയിട്ടാണ് വന്നത്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും എവിടെയാ, എന്ത് ചെയ്യുക, എപ്പോൾ വരും, ഇങ്ങനത്തെ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവൾക്ക്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കരുതാന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മേടിച്ചിട്ട് വരുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഇടുവാണ് കേട്ടോ ആള്. അങ്ങനെ ഞങ്ങളുടെ ഓർഡറൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ചിക്കൻ ബർഗറാണ് ഓർഡർ ചെയ്തത്. പിന്നെ പിള്ളേർ 2 ഫലാഫിലിന്റെ ആളുകളായിരുന്നു. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആലത്തൂരുകാരുണ്ടെങ്കിൽ നമ്മുടെ ആലത്തൂർ റോൾ ഹബിലെ ഫുഡിന്റെ ടേസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് മസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്യാട്ടോ. ഞാനും എന്റെ പിള്ളേരും എന്തായാലും ആലത്തൂർ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഇവിടെ കയറിയിട്ടേ പോകാറുള്ളൂ. ബിക്കോസ് ഇവിടുത്തെ നല്ല വെറൈറ്റി മെനു ആണ്, അതോടൊപ്പം നല്ല ടേസ്റ്റിയും ആണ് കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് ബർഗറേക്കാൾ കൂടുതൽ ഇഷ്ടമായത് ഫലാഫിലായിരുന്നു. ബിക്കോസ് ഇന്നത്തെ ഫലാഫിൽ ഞങ്ങൾ യൂഷ്വലി കഴിക്കുന്നതിനേക്കാളും സോഫ്റ്റും ക്രീമിയും ആയിരുന്നു. എന്ന് വെച്ച് ബർഗറും ഒട്ടും മോശമൊന്നും ആയിരുന്നില്ല. പിന്നെ ഇതിനെല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചു കഴിയുമ്പോഴേക്കും ശരിക്കും വയറ് ഫുള്ളായി പോയി. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഓരോ ലൈം ജ്യൂസ് കുടിക്കാനുള്ള പ്ലാനിലായിരുന്നു പോയത്. ബട്ട് ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിലോ ലൈം ജ്യൂസ് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ വയറിനകത്ത്. ശരിക്കും ഫുള്ളായി പോയി ഗൈസ്. സാധാരണ നമ്മൾ ഏതെങ്കിലും വീഡിയോ ഇടുമ്പോൾ പാർട്ട് 1 ഇട്ടിട്ടാണ് അതിന്റെ പാർട്ട് 2 ഇടാറ്. എന്നാൽ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒരു വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതെന്താണെന്ന് അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഇനിയും ഒത്തിരി നല്ല വിശേഷങ്ങളും ഇതിന്റെ പാർട്ട് 1 ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.